ഡോക്ടർ മോഹൻപിള്ള, ഇവിടെ ഒരു ശാശ്വത പരിഹാരം എന്നൊന്നുണ്ടാകുമോ? അതോ ഈ ശക്തി തെളിയിക്കൽ ഇങ്ങനെ ഇനിയും നീളുമെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു? പ്രത്യേകിച്ച് നേരത്തെ തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബന്ദികളെ മോചിപ്പിക്കാൻ 1 വർഷമായും കഴിഞ്ഞില്ല എന്നുള്ളത് ഇസ്രായേലിന്റെ ഒരു ദൗർബല്യമായി തന്നെ ചൂണ്ടിക്കാട്ടുമ്പോൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നാളെ ഏറെ നിർണായകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ പോലും ഇനി തങ്ങളുടെ ശക്തി പരമാവധി തെളിയിക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, അതോടൊപ്പം ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ള നിലപാടിലേക്ക് തന്നെ ഇസ്രായേൽ നീങ്ങുമോ? നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത രീതിയിൽ, അതായത് ഇവര് ഫോളോ ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹോട്ട് പെർസ്യൂട്ട് എന്നൊരു യുദ്ധനീതിയുണ്ട്. അതായത് ശത്രുവിനെ അത് ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ശത്രു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് നമ്മുടെ രാജ്യത്തിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ശത്രുവിനെ ഏത് രാജ്യത്താണെങ്കിലും പോയി പിക്ക് ചെയ്ത് അസാസിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇല്ലാതാക്കാം. അത് ഹോട്ട് പെർസ്യൂട്ട് എന്നുള്ള ഒരു യുദ്ധനീതിയുണ്ട്. അതനുസരിച്ചിട്ടാണ് ഈ ഇസ്രയേല് ഇറാനിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ തീവ്രവാദം പെട്ടെന്ന് ഇല്ലാതാക്കുക ലോകത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ 3H എന്ന് പറയുന്നത് ഹമാസ്, ഹൂതി അല്ലെങ്കിൽ ഹിസ്ബുള്ള, ഇവര് തന്നെയല്ല ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത്. ഇവരുടെ പ്രശ്നം മറ്റുള്ളവരെ, അതായത് അംഗീകരിക്കാനായിട്ടുള്ള ഒരു കുറവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഈ 1 വർഷമായിട്ട് നമ്മൾ ആദ്യം നിരന്തരമായിട്ട് പറയുന്നത് ഈ 1 വർഷം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് ഇല്ലായ്മ ചെയ്യും, 1 മാസം കൊണ്ട് ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് കൈ പൊള്ളി നിൽക്കുന്ന ഒരവസ്ഥയാണ്. തീർച്ചയായിട്ടും നല്ല ഹെവി ഡാമേജ് പാലസ്തീൻ ഉണ്ടാക്കി എന്നുള്ളത് വസ്തുത തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അമേരിക്കയുടെ ബാക്കിങ്ങോടുകൂടി ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം മെഷീനറിയോ വെപ്പണോ അതിനുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരത്തില്ല. പക്ഷെ ഇത് പെർമനന്റ് ആയിട്ട് ഒരു കാരണവശാലും ഇത് നിൽക്കില്ല. തീവ്രവാദം, ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, പെർമനന്റ് ആയിട്ട് ഒരു കാരണവശാലും ഇത് തീരത്തില്ല. ഇത് വീണ്ടും എറപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഈ ലോകത്ത് എവിടെയാണെങ്കിലും അതിന്റെ ഒരു സ്വഭാവം അതാണ്. നേരെ മറിച്ച് നമ്മൾ നോക്കണം, കഴിഞ്ഞ ഒരു 8-9 മാസം മുമ്പ് പല രീതിയിൽ ഖത്തറും ഒക്കെ നല്ല സീസ് ഫയറിനുള്ള ഓപ്പൺ ഓപ്പർച്യൂണിറ്റീസ് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ കുറേ ദിവസത്തേക്ക് മാത്രം എഗ്രി ചെയ്യുകയും വീണ്ടും അത് വേറെ ആംഗിളിലോട്ട് അത് പോവുകയും ചെയ്തു. ഇതിൽ ഞാൻ ബ്ലെയിം ചെയ്യുന്നത് തീർച്ചയായിട്ടും US ആണ്. ഈ അമേരിക്കയുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം കൊണ്ടാണ് ഈ സ്ഥിതി ഈ ലെവലിൽ എത്തിച്ചേർന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് മാത്രം, ഇപ്പോഴും നമ്മൾ കാണുന്നല്ലോ, അമേരിക്ക പറയുന്നുണ്ട് യു ക്യാൻ അറ്റാക്ക് ഇറാൻ ബട്ട് വൈറ്റൽ ഇൻസ്റ്റലേഷൻസ് ടു ബി നോട്ട് ടു ബി അറ്റാക്ട് എന്ന് പറയും. കാരണം ന്യൂക്ലിയർ ഏരിയ ഒന്നും ടച്ച് ചെയ്യരുത്, ബാക്കിയുള്ളതിന് എന്തെങ്കിലും പോയിക്കോ. അതായത് ഒരു തലോടലാണ് US നിന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല. ഒന്ന്. രണ്ടാമത്, ഈ പ്രശ്നം തീരാൻ വേറെ ഒരു ഇഷ്യൂവും കൂടെ ഉണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ അയൺ ഡോമും ലോകത്തിലെ ഏറ്റവും വലിയ എല്ലാവിധ സന്നാഹങ്ങളും ഉണ്ട്, എല്ലാ മോഡേൺ ടെക്നോളജി, മോഡേൺ എക്യുപ്മെന്റ് എന്നൊക്കെ പറയുന്ന ഊറ്റം കൊള്ളുന്ന ഈ ഇസ്രയേലിനെ ഒരു സീസ് ഫയർ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാലസ്തീനുമായിട്ടുള്ള ഒരു അറ്റാക്കിന് ഒരു സീസ് ഫയർ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ആ ലെവലിൽ ഇച്ചിരി കുറവായിരിക്കും. നേരെ മറിച്ച് ഞാൻ കാണുന്നത് അവര് ഒരു ഇൻസ്റ്റലേഷൻ, അതായത് എന്തെങ്കിലും എയർ ബേസോ അല്ലെങ്കിൽ മിലിറ്ററി ബേസ്, ഡിഫൻസ് ബേസ് ഏതെങ്കിലും ഇറാനില് അറ്റാക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു കോംപ്രമൈസ് ഫോർമുല വന്ന് ഒരു ഡീസന്റ് സീസ് ഫയറിലോട്ട് അവർ പോകാനുള്ള സാധ്യത കാണുന്നു ആ സമയത്ത്. കാര്യം ഇറാനുമായിട്ട് ചേർന്ന് അപ്പോൾ സൈഡ് ബൈ സൈഡ് ആയിട്ട് ഇതും ഒരു ഭാഗമായിട്ട് തീരും. ഒന്ന്. രണ്ടാമത്, ഇത് നടക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വളരെ വീക്കായിട്ടുള്ളത്, വീക്കസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്ന ബൈഡൻ എന്ന് പറയുന്ന വീക്ക് പ്രസിഡന്റിന്റെ ടെനൂർ തീരുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു ഗവൺമെന്റ് ചേഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഒരു വ്യത്യാസം വരും. നേരെ മറിച്ച് വീണ്ടും അമേരിക്ക പാമ്പർ ചെയ്യുകയാണ് ഇസ്രയേലിനെ എങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഒന്നും തീരില്ല. ഈ പ്രശ്നം ഒരു കാരണവശാലും തീരാൻ പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞത്, തീവ്രവാദം അടിവേരോടെ പിഴുതെറിയും ഒരു കാരണവശാലും നടക്കില്ല, ഒരു കാരണവശാലും നടക്കില്ല. അത് വീണ്ടും വീണ്ടും എത്രയും പോകുന്നു അതിന്റെ 10 ഇരട്ടി എറപ്റ്റ് ചെയ്ത് വരത്തേ ഉള്ളൂ. ലോകത്തിന്റെ ഏത് മൂലയിലും നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ടെററിസം എന്ന് പറയുന്നത്. പിന്നെ നടക്കാൻ പോകുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇസ്രയേല് വളരെ നിയർ ബൈ ഏരിയയിലുള്ള ടെററിസ്റ്റുകൾ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ടെററിസ്റ്റുകൾ എന്ന് അവർ വിശേഷിപ്പിക്കുകയും മറ്റുള്ളവർ പാട്രിയോട്ട് എന്ന് പറയുന്ന അവരുടെ രാജ്യങ്ങൾ വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ബ്രാൻഡഡ് ആൾക്കാരെ അല്ലെങ്കിൽ ടെററിസ്റ്റിനെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയും. കാര്യം പബ്ലിക്
അറ്റൻഷൻ അല്ലെങ്കിൽ പബ്ലിക് സപ്പോർട്ട്, ലോകരാജ്യങ്ങളുടെ സപ്പോർട്ട് വളരെ കൂടുതൽ അതിന് ഇസ്രയേലിന് കിട്ടും. പക്ഷെ ഇസ്രയേൽ കാണിച്ച ഏറ്റവും വലിയ വിഡ്ഢിത്തരം ഈ ഐക്യരാഷ്ട്ര സംഘടനയെ ടോട്ടലി ഒരു ഡിറ്റാച്ച് ചെയ്തു പോകുന്ന ആ മൂവ്മെന്റ്, അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് ലോകരാജ്യങ്ങൾ അതിനെ വീണ്ടും ഇത് നേരെ മറിച്ച് ഈ മൂന്നാമത് ഏതെങ്കിലും ഒരു രാജ്യം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ജനറൽ സെക്രട്ടറി അല്ലെ സെക്രട്ടറി ജനറലിനെതിരായിട്ടൊരു ഒരു ഒരു മൂവ്മെന്റ് സെക്രട്ടറി ജനറൽ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UN അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന് തുല്യമാണ്. ആ UN അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യമാണ്, US സപ്പോർട്ടോട് കൂടിയുള്ള ധാർഷ്ട്യമാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ സൊല്യൂഷൻ വന്നേ പറ്റുള്ളൂ, അല്ലാതെ ഇതിനകത്ത് യാതൊരുവിധ പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷനും. അന്റോണിയോ ഗുട്ടറസിനെ തള്ളി പറയുമ്പോൾ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. തങ്ങളുടെ പൗരന്മാർ ക്രൂരമായി കൊല്ലപ്പെട്ടപ്പോൾ അതിൽ അഭിപ്രായം പറയുന്നില്ല, സ്ത്രീകളും കുട്ടികളും അടക്കം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ അഭിപ്രായം പറയുന്നില്ല. അതുകൊണ്ടാണ് തങ്ങൾക്ക് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് എന്നല്ലേ ആ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. കാരണം ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അറ്റാക്ക് തുടങ്ങിയപ്പോൾ അത് കണ്ടം ചെയ്തു, തീർച്ചയായിട്ടും ഹമാസിന്റെ അറ്റാക്ക് ഐക്യരാഷ്ട്ര സംഘടനയെ കണ്ടം ചെയ്തു, യാതൊരു സംശയവുമില്ല. പക്ഷെ അതാരും മൈൻഡ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പെർമനന്റ് ആയിട്ട്, ഞാൻ അത് ആദ്യം തന്നെ പറഞ്ഞല്ലോ, വീണ്ടും പ്രപ്പോസൽസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. അതായത് ഒരു കാരണവശാലും UN ഒരു കാര്യവും അംഗീകരിക്കാത്ത ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. അവർക്ക് ആ ഒരു ആംഗിളിലാണ് പോകുന്നത്. അതായത് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ വളരെ ഒരു കാളക്കൂറ്റൻ എന്നുള്ള രീതിയിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ വിത്ത് അമേരിക്കൻ സപ്പോർട്ട് നിൽക്കുന്നിടത്തോളം കാലം മറ്റുള്ളവര് ആ ഒരു രീതിയിൽ നമുക്ക് ഈ പ്രസന്റ് വേൾഡ് സിനാരിയോ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിനുള്ള മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ ബൈപോളാരിസം പോയി. കാര്യം കോൾഡ് വാറും കാര്യങ്ങളും കഴിഞ്ഞു. അതിലും US ഇന്റർഫിയർ ചെയ്ത് ആ ഒരു അഗ്രസർ റോൾ എടുത്തു. അതുപോലെ തന്നെ തേർഡ് വേൾഡ് കൺട്രീസിനെ ഇല്ലായ്മ ചെയ്തു, അവരുടെ ഒരു വോയിസ് ഇല്ലായ്മ ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പിന്നെ മോഡേൺ ടെക്നോളജി ഡെവലപ്മെന്റോട് കൂടി രാജ്യങ്ങൾ അവരവരുടെ ഇക്കണോമിക് ആൻഡ് ട്രേഡ് ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ യുദ്ധത്തിലോട്ടുള്ള ആ ഒരു സെന്റിമെന്റ്സ്, അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, അഫക്റ്റഡ് പാർട്ടി മാത്രമേ യുദ്ധത്തിലോട്ട് വരുവുള്ളൂ എന്ന്. അഫക്റ്റഡ് അല്ലാത്തവരാരും ഇതിനകത്തോട്ട് വരാൻ പോകുന്നില്ല. രണ്ടാമത് ഈ ഇസ്ലാമിക് ബോംബ് എന്നുള്ള ഒന്നും നടക്കാൻ പോകുന്നില്ല. അത് നേരത്തെ ഉണ്ടായിരുന്നു, നമുക്കറിയാം. ഇസ്ലാമിക് ബോംബ് സുൽഫിക്കർ അലി ഭൂട്ടോ പാകിസ്ഥാൻ ഇന്ത്യ അറ്റാക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇസ്ലാമിസ്റ്റ് കൺട്രീസും ഇന്ത്യക്കെതിരെ പോരാടണമെന്നൊരു ഇസ്ലാമിക് ബോംബ് എന്നൊരു ഫത്വ പുറപ്പെടുവിച്ചു. ശരിയാണ്. ആ സമയത്ത് ഒരു കാര്യം നമ്മൾ മറക്കരുത്, ആ സമയത്ത് അതിനെതിരായിട്ട് നിലകൊണ്ടത് ഇസ്രയേലാണ്. കാര്യം ഇന്ദിരാഗാന്ധി ഇസ്രയേലുമായിട്ടൊരു അക്കോർഡ് ഉണ്ടാക്കി. കാര്യം എനി അറ്റാക്ക് അഗൈൻസ്റ്റ് ഇന്ത്യ ഈസ് കൺസിഡേർഡ് ആസ് ആൻ അറ്റാക്ക് അഗൈൻസ്റ്റ് ഇസ്രയേൽ. അങ്ങനെ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ബാലൻസ് ഓഫ് പവർ നിലനിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആ ബാലൻസിങ് പവർ വിത്ത് പവർ, അതായിരുന്നു ആ സിനാരിയോ. ഇപ്പൊ ആ സിനാരിയോ ഒക്കെ മാറി. ഇപ്പം നമ്മൾ പറയുമല്ലോ, ചൈന കയറി ഡയറക്റ്റ് ഇടപെടും, അല്ലെ റഷ്യ ഇടപെടും, അല്ലെ US ട്രേഡ് അവരുടെ സൂപ്രമസി നിർത്തുവാനായിട്ട് അവർ ഏത് രീതിയിലും അവരുടെ വേൾഡിന്റെ ഏത് ഭാഗത്തും അവരത് നിലയുറപ്പിക്കും. അവരുടെ ഹിഡൻ അജണ്ടയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പോഴല്ല ഈ രാജ്യങ്ങളിലൊന്നും അവരുടെ US ബേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇസ്രയേലിലോട്ടുള്ള ആ ഒരു പ്രശ്നത്തിന്റെ പേരിലല്ല, അതിന് മുമ്പ് തന്നെ ബേസുകളുണ്ട് അവിടെ. അപ്പൊ അതെന്താണ് സൂചിപ്പിക്കുന്നത്? അവർക്ക് എതിരായിട്ട് നിൽക്കുന്നവരെ മറ്റുള്ള രാജ്യങ്ങൾ മുഖാന്തരം അവരെ ഇല്ലായ്മ ചെയ്യുക. അതാണല്ലോ അവര് യുദ്ധമില്ലാത്തടത്ത് യുദ്ധമുണ്ടാക്കുക, യുദ്ധമില്ലാത്തടത്ത് വെപ്പൺ സപ്ലൈ ചെയ്യുക. നമ്മൾ കണ്ട് ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഡിപ്ലോമാറ്റിക്കലായിട്ട് നമ്മൾ പറയും ഇന്ത്യയുടെ കൂടെ ആണെന്നും, അമേരിക്കയ്ക്ക് പാകിസ്ഥാന് വെപ്പൺ സപ്ലൈ ചെയ്യുകയും ചെയ്യും. അതുപോലെ നേരെ തിരിച്ചും വരും. കാര്യം ആ ഒരു കണ്ണിങ്നെസ് ആണ് ഇപ്പോഴും US ഫോറിൻ പോളിസി. ഒരു ഹിഡൻ മോട്ടീവ്, ഹിഡൻ അജണ്ട. അത് മനസ്സിലാക്കാത്തടത്തോളം കാലം നമുക്ക് ഈ ഒരു വേൾഡ് സിനാരിയോ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതും മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, കാര്യം ഇപ്പൊ US മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്താണ്? ചൈന ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ ചൈനയ്ക്കെതിരായിട്ടുള്ള ഓരോരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അതായിരിക്കും അവരുടെ പോളിസി. ഇപ്പം ഇസ്രയേൽ ത്രൂ, അപ്പൊ അവർ സേഫ് ആണല്ലോ. കാര്യം ഇസ്രയേൽ ത്രൂ ആണ് അവരെല്ലാം ചെയ്യുന്നത്. അവർക്ക് അതിനൊരു ന്യായവും പറയാനുണ്ട്. ഇസ്രയേലിലെ ആൾക്കാരെ ബന്ദികളാക്കി, അതാണ് അതിന്റെ കാരണം. 1 വർഷം എടുത്തല്ലോ, ഏറ്റവും പവർഫുൾ ആണല്ലോ, എന്തു പറ്റി? എന്താണ് അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട്? അൾട്ടിമേറ്റ് റിസൾട്ട് എവിടെ വന്ന് നിൽക്കുന്നു? ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഏരിയ ഇല്ലായ്മ ചെയ്തു. ബോംബാർഡ്മെന്റ് കണ്ടിന്യൂസ്, ടോട്ടൽ കോൺക്രീറ്റ് പീസസ് വിൽ ബി ദേ. അല്ലാതെ വേറെ ഒന്നുമില്ല അവിടെ. ആ ഒരു റിസൾട്ടാണ് അവിടെ. എൻഡ് റിസൾട്ട് എന്തുണ്ടായി? ടെററിസ്റ്റ് ടോട്ടലി ഇല്ലായ്മ ചെയ്തു. അവർ പ്ലഡ്ജ് ചെയ്തതാണ് ഹമാസിനെ, ഹൂതികളെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലും. ഇൻ ടോട്ടൽ അത് ഏത് ടെററിസ്റ്റ് ആണെങ്കിലും ഇല്ലാത്തൊരവസ്ഥ.